ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായ നടിയാണ് അനുശ്രീ. നടി രാഷ്ട്രീയത്തിലേക്ക് വരുന്നതായി നിരവധി കിംവദന്തികൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇത്തരം പ്രചാരണങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം. ഞാൻ വളർന്നു വന്നത് അമ്പലത്തിന്റെ തൊട്ടടുത്താണ്. അമ്പലത്തിൽ പോകാൻ പറ്റുന്ന ദിവസമാണെങ്കിൽ അവിടുത്തെ എന്ത് പരിപാടിക്കും നമ്മൾ ഉണ്ടാകും. അതിന് തൊഴാനാണെങ്കിലും അന്നദാനം നടക്കുമ്പോൾ പാത്രം കഴുകാനാണെങ്കിലും അമ്പലം തൂക്കാനാണെങ്കിലും ഘോഷയാത്രയിലാണെങ്കിലും ഞാൻ ഉണ്ടാകും. അതിനകത്ത് രാഷ്ട്രീയമില്ല. ഞാൻ വളർന്നു വന്ന ഒരു വിശ്വാസമാണ് അവിടെ ഉള്ളത്. ഒരു തവണ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഭാരതാംബയായി. ഞാൻ സിനിമാ നടിയായിട്ട് ഭാരതാംബയായതാണ് പ്രശ്നം. അതിനു മുൻപ് ഞാൻ ഭാരതാംബയായതും പാർവതിയായതൊന്നും വിഷയമായിരുന്നില്ല. അതെല്ലാം എൻ്റെ ആൽബത്തിലെ ഫോട്ടോസിലുണ്ട്. പക്ഷേ 2017 ഭാരതാംബയായത് മാത്രം രാഷ്ട്രീയമായി. ഞാൻ മറ്റേ മത തീവ്രവാദിയായി. നമ്മൾ പ്രതികരിച്ചാലും ആൾക്കാർ നമ്മളെ ഒരു രീതിയിൽ ലേബൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ പരിമിതിയുണ്ട്. ഞാൻ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയാം. എനിക്ക് ഒരു രാഷ്ട്രീയത്തെ പറ്റിയും ഒന്നും അറിയില്ല. രാഷ്ട്രീയത്തിലേക്ക് വരുമോ എന്ന് ഒരുപാട് പേർ ഇപ്പോഴും ചോദിക്കും. ഞാൻ പറയും എനിക്കതറിയില്ലെന്ന്. അവിടെ നിന്ന് കളിക്കാൻ പറ്റുന്നവർക്കല്ലേ അവിടെ വരാൻ പറ്റൂ. സൺഡേ സ്കൂൾ പോലെ തന്നെയാണ് ഞങ്ങൾ ബാലഗോകുലത്തിൽ പോകുന്നത്. 4ാം ക്ലാസ് മുതൽ രക്ഷാബന്ധന് അങ്ങോട്ടും ഇങ്ങോട്ടും രാഖി കെട്ടും. എന്താണെന്ന് പോലും അറിയാത്ത സമയത്ത് കെട്ടിത്തുടങ്ങിയതാണ്. ഇപ്പോഴും കിട്ടും. പക്ഷേ ഇപ്പോൾ കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ മതതീവ്രവാദിയാകും. അതെന്റെ രാഷ്ട്രീയമല്ല. ഞാൻ വളർന്നു വന്ന രീതി ഫോളോ ചെയ്യുന്നേ ഉള്ളൂ, അനുശ്രീ പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.